அதிசயம் வண்ணத்து பூச்சியுடம்பு ஓவியங்கள் அதிசயம் துளி செல்லும் காற்று. லெச்சூஸ், என்னடா உன்னோட மூஞ்சி ஒரு மாதிரியா இருக்கு? ஒன்றும் இல்லை. சொடா, ஒன்னும் இல்லாம எல்லாம் இல்ல, ஏதோ இருக்கு. என்ன? ില്ല വന്ന് കണ്ടാലേ എനിക്ക് ഉറക്കം വരത്തുള്ളായിരുന്നു. ലക്ഷം എന്ത് പറ്റി കുട്ടാ? ചേച്ചി സിദ്ധോളനെ മിസ് ചെയ്യുന്നുണ്ട്. கேசு, நம்ம சித்து எப்போ வருவான்? നാളെ നാളെ ഇങ്ങ് വരൂല. നാളെ വരൂല. അളിയ കുറഞ്ഞതൊരു 2-3 ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. 2-3 ദിവസോ? എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. എന്നതാ ഒരു 10-15 മിനിറ്റ് വിളിച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കവാറും ചേച്ചിയെടുത്ത് പറയാറുണ്ട്, ചേച്ചിയെ വെറുതെ സങ്കടപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചായിരിക്കും. അപ്പൊ 2-3 ദിവസവും കൂടെ മിസ് ചെയ്യാലോ. നിനക്ക് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞില്ലേ. അളിയെന്നാണെങ്കിൽ വരും. തന്നാണ്ടല്ലോ. ഈ ഒരാളെ മിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണല്ലേ. லெச்சு, ஒருத்தருக்கு ஒருத்தரோடு ரொம்ப பாசம் இருந்தா மட்டும்தான் இப்படி எல்லாம் மிஸ் செய்வீங்க. മക്കളെ, എന്താ മോന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ? വല്ല ക്ഷീണമുണ്ടോ? സിദ്ധോളനെ മിസ് ചെയ്യുന്നുണ്ടാ. പോയാ ചാടുന്നു. എന്താന്നറിയാൻ പാടില്ല, ഒരു സുഖവും ഇല്ല മൊത്തത്തില്. ഭയങ്കര എന്താ പറയാ, മേലുവേദനയും കൈകാല് വേദനയൊക്കെ. ചൂടുണ്ട്. ചൂടുണ്ടല്ലോ, നല്ല ചൂടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു കുരു പിബിള് കയ്യിലും ഉണ്ട്. ചൂട് വരൂ. കേശുവേ, ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു. ചിക്കനാ? ചിക്കൻ ബോക്സ് അതൊരു അസുഖമാ. ചിക്കൻ ബോക്സ് തോന്നുന്നു. ചിക്കൻ ബോക്സാ? അതിന് മക്കളെന്തിനാ പേടിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല, മക്കള് മുറി ചെന്നിരുന്നാ മതി. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അമ്മൂമ്മ നോക്കിക്കോളാം. അല്ലയോ, എന്താണ് ഇന്ന് പരിപാടി ഒന്നും പിടിച്ചില്ലേ? പരിപാടി പിടിക്കണം. ആദ്യം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കൺഫേം ചെയ്തിട്ട് പരിപാടി പിടിക്കാൻ. പറഞ്ഞില്ല ചേച്ചി, അളിയെ വിളിച്ചു പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? അയ്യോ, ഞാൻ വിചാരിച്ചു ചേച്ചി വിളിച്ച് പറഞ്ഞോന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയായിരുന്നേ. എന്താടാ കാര്യം? ചേച്ചിക്ക് ചിക്കൻ. ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സോ? എന്നിട്ട് എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. അളിയനെ ടെൻഷൻ അടിപ്പിക്കണമെന്ന് വിചാരിച്ച് ആരും വിളിച്ച് പറയായിരുന്നായിരിക്കും. എന്നിട്ട് ലച്ചൂസ് എവിടെ? റൂമില്. ലച്ചൂസ് ഈ റൂമിൽ തന്നെയല്ലേ? ലച്ചൂസ് വന്നോ? തള്ളി തുറക്കാൻ നോക്കണോ? അല്ല, എനിക്ക് അവളൊന്ന് കാണണമായിരുന്നു. എനിക്കൊന്ന് കാണണമായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ അളിയും കേട്ടില്ലേ? ചേച്ചിക്ക് ചിക്കൻ ബോക്സ് ആണ്. അളിയാ, ചിക്കൻ ബോക്സ് പിടിച്ച ആളാണ് കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കണേ. സിദ്ധു,
സിദ്ധു വന്നാ? ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ. വേണ്ട സിദ്ധു, സിദ്ധുവിന് പകരും. ലിച്ചു അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ പകരത്തില്ല, ഞാൻ അകത്തേക്ക് വരാം. അല്ല എന്നാലും വേണ്ട സിദ്ധു, കുഴപ്പമില്ല. ആ മോൻ വന്നായിരുന്നോ? വന്നായിരുന്നു. വന്നിട്ട് ലച്ചുവിനെ കാണണം പറഞ്ഞ് ഒറ്റക്കാലി ഇരിക്കണ്. ஐயோ இப்ப பார்க்க கூடாது சித்து, பகரும். അത് തന്നെ മോനെ, ഇപ്പം മോൻ കാണണ്ട, അസുഖമൊക്കെ മാറിയിട്ടേ കാണാം. പിള്ളേരൊക്കെ ഉള്ളതല്ലയോ, പകർന്നാലോ? പറയുന്ന കേക്ക്. മോളെ ലച്ചു, വേപ്പില ഇവിടെ വെച്ചിട്ടുണ്ടേ, എടുത്തോണേ. ആ എല്ലാരും എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയേ. മറിയ മോനെ, ഇതങ്ങോട്ട് വെച്ചേ, ഇതവിടോട്ട് വെച്ചേ. ആ അവിടെ വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി. പോയി എപ്പോടി മക്കളെ ബാ. ലച്ചുസേ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ. വേണ്ട സിദ്ധു. എനിക്ക് അങ്ങനൊന്നും പകരത്തില്ല, എനിക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. വേണ്ട സിദ്ധു, കുഴപ്പമില്ല. ലിച്ചുസേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്കും കാണണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അവസ്ഥ ഇതായി പോയി. ലച്ചു, ലച്ചുസേ, ലച്ചുസേ, ജനലിന്റെ അവിടെ. ലച്ചു, ജനലൊന്ന് തുറക്കാവോ? വേണ്ട സിദ്ധു, ലച്ചുസേ, എനിക്കൊന്ന് കാണണോടാ. അവസ്ഥ വളരെ മോശമാണ്, പിന്നെ എനിക്ക് തീരെ വയ്യ. അതാ നിന്നെ കാണാൻ വേണ്ടിട്ട് ഞാൻ അത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതാ. ഞാൻ ഒന്ന് കണ്ടോട്ടറാ പ്ലീസ്. എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവസ്ഥ വളരെ മോശമാണ്. ലച്ചുസേ, എടാ ഒന്ന് ഞാൻ നിന്റെ മുഖം കണ്ടിട്ട് കൊള്ളാം പ്ലീസ്ടാ. എന്താണ് ഉദ്ദേശം? കണ്ടാ ഞാൻ പറഞ്ഞ ഇതേപോലെ എന്തെങ്കിലും വേഗത്തിൽ ഒപ്പിക്കൂന്ന്. എന്താണ് സംഭവം? എനിക്കൊന്ന് അവളെ കാണാൻ വേണ്ടിട്ട്. അയ്യോ മോനെ, ഞാൻ പറഞ്ഞതല്ലയോ അസുഖം മാറിയിട്ട് കാണാമെന്ന്. എന്റെ പൊന്നളിയാ, അതിന് ചിക്കൻ ബോക്സ് ആണ്, ചിക്കൻ ബോക്സ്. എല്ലാവരും ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കും. ഒന്നാമത് എക്സാം ഒക്കെ അടിക്കുകയാണ്, അവസാനം എക്സാം എഴുതാൻ പറ്റാതാവും. അപ്പൊ ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ എക്സാം എഴുതണ്ട അല്ലേ? തന്നടി എഴുതണ്ട, ലൂപ്പാട് ഒഞ്ഞു വന്നു കുരിപ്പേ. അതെ, എനിക്കറിയാം താങ്കൾ ഇതേപോലെ എന്തെങ്കിലും ഉടായ്പ പരിപാടി ഒപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എവിടെ കാവലിൽ നിർത്തിയത്. നന്നായിരിക്കണ് ലച്ചാച്ചേ. എന്താ അമ്മമ്മ കനേണ്ടി ചെല്ല്, ഞാൻ ഈ കാര്യം ഡീൽ ചെയ്തോളാം. ചെല്ല് പൊക്കോ പവറും ചെല്ലടാ, ചെല്ല്. പ്രശ്നം ഒന്ന് കാണണോടാ എനിക്ക്. എടാ എന്താണ്, ഒന്ന് കണ്ടോട്ടടാ. ചേട്ടാ എന്നൊരു കാര്യം ചെയ്യ്, ഞാൻ അളിയനെ പിടിച്ച് റൂമിനകത്ത് ഞാൻ പൂട്ടി. ഞാൻ ഓക്കെയാ. എനിക്കും ഓക്കെയാ. എന്താ വെട്ട് തുറന്നാ കഴിഞ്ഞ വെട്ട് മാറിയില്ല കുറച്ചുകൂടി മാറും. അവിടെ ഇല്ല ചേച്ചിയുടെ അസുഖം മാറിയിട്ട് നിങ്ങൾ തമ്മിൽ കാണ്ടോണ്ടിരി എപ്പ നോക്കിയാലും പോരെ. എടാ എന്താടാ പോണോ വയ്യടോ, ഞാനും കിടപ്പിലാവും, എനിക്ക് കിടക്കാൻ വയ്യ. എന്തായാലും വിലൈസ് കൂത്തോലാണെന്നില്ലേ പറഞ്ഞാ മനസ്സിലാവൂല്ലേ? ഒന്ന് പോന്ന്. ഞാൻ പോണ്. തീറ്റ വല്ലതും വേണോ? വേണ്ട. എന്തായാലും എന്താ അവിടെ കഞ്ഞി റെഡി ആവുന്നുണ്ട്, കഞ്ഞി കൊണ്ടുവന്ന് തരും, കുടിച്ചോണം. അമ്മൂമ്മ കഞ്ഞിയിൽ ഉപ്പിടല്ലേ, ചേച്ചിക്ക് കൊടുക്കാളേ.
സിദ്ധു ആ എനിക്ക് വിശക്കുന്നു. ഇപ്പം ഇത് കഞ്ഞി വരുമല്ലോ. എനിക്കൊന്നും വേണ്ട, ഉപ്പില്ലാത്ത കഞ്ഞി. ലച്ചൂസിന് എന്തുവാ വേണ്ടേ? എനിക്ക് നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫും വേണം. പഴംപൊരി വേണം, പപ്സ് വേണം, പിന്നെ സമൂസ. ഒക്കെ ഞാൻ മേടിച്ചു. ഞാൻ ഇപ്പൊ തന്നെ പോയി മേടിച്ചോണ്ട് വരാം കേട്ടോ. ആ സിദ്ധു, ഉം. ഇവിടെ നോക്ക്, ഇവിടെ. ഐ ലവ് യു. ലവ് യു. ഒന്നുകൂടെ തുറക്കാവോ പ്ലീസ്? എറിഞ്ഞിടും ഞാൻ. ഓടിക്കോ. ആ ചെല്ല്, ചെന്ന് കയറി കൊടു. മനസ്സിലായത് പോടാ, പോടോ. ഞാൻ തുറന്ന് ഞാൻ സീലടക്കി ഞാൻ നോക്കിക്കും. ഞാൻ ഇത് ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ? ലച്ചു വന്നാ? ലച്ചു പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടേ. എനിക്കറിയായിരുന്നു നീ മേടിച്ചോണ്ട് വരുമെന്ന്. ഇനി കഥകൊന്നും തുറക്കാവോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ആരുമില്ല. അപ്പൊ തുറക്കാല്ലേ? തുറക്ക. അല്ല, പക്ഷെ ഞാൻ തുറന്നതിന് നിനക്ക് ഇത് പകരുവോ? ഇല്ല ലച്ചൂസേ, എനിക്ക് ഓൾറെഡി ഒരു തവണ ചിക്കൻ ബോക്സ് വന്നു പോയതാ, അതുകൊണ്ട് വരത്തില്ല. ഉറപ്പാണോ? സത്യം. എന്നാ വെയിറ്റ്. തുറക്ക്. എന്നിട്ട് ഞാൻ അറിയാത്തൊരു ഞാൻ ചോദിക്കുകയാണ്. എന്റെ പൊങ്ങാണ്ടേ അറിയുന്നു അടങ്ങത്തുള്ളൂ താൻ. അല്ല അത് അല്ല എടാ അളിയാ, അളയാ എടാ അളിയാ, ഞാൻ പറഞ്ഞു കേക്ക്. എടാ അളിയാടാ, ലച്ചൂസിന് കുറച്ച് മൊരിഞ്ഞ പൊറോട്ടയും ബീഫും പഫ്സും സമൂസയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മേടിച്ചോണ്ട് വന്നിട്ട് കൊടുക്കാൻ പോയതാ. മൊഴിഞ്ഞ പൊറോട്ടയും ബീഫും പപ്സും സമോസയും. തലയ്ക്ക് താഴെ താമസമില്ലേ? എന്താടാ അമ്മൂമ്മ, 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 എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോന്നേ? കേട്ടില്ലേ പറഞ്ഞത്? എന്ത്? അളിയൻ ലച്ചു ചേച്ചിക്ക് മൊരിഞ്ഞ പൊറോട്ടയും ബീഫും പപ്സും സമോസയും മേടിച്ചോണ്ട് വന്നേക്കണെന്ന്. അതാവുമ്പോ ഞാൻ പറഞ്ഞിട്ട് മേടിച്ചതാ. എന്താ മോനെ ഇത്? എനിക്ക് കഴിക്കാൻ. മക്കൾക്ക് ഞാൻ കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട കഞ്ഞി. അയ്യോ, ഇപ്പൊ എണ്ണ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കാൻ പാടില്ല മക്കളെ. അതെന്താ? അത് കഴിച്ചൂടാ, അത് തന്നെ. അമ്മമ്മ, ലച്ചുവിന് ഇതൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തോട്ടെ? ആ, അത് കൊടുക്കാം, അത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എണ്ണ വറുത്തതും പൊരിച്ചതൊന്നും കൊടുക്കല്ലേ. ഇല്ല. എനിക്ക് പഴവും തേങ്ങയൊന്നും വേണ്ട. അളിയാ, എന്തായാലും ലച്ചേച്ചിക്ക് തിന്നാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ഉണ്ടല്ലോ. ഞാൻ നേരെ ലച്ചേച്ചി താങ്ക്സ്. പോയി തിന്നു വച്ചാ പോ. ഓക്കേ. சித்து, அவளோட உடம்பெல்லாம் சரியாகட்டும். அதுக்கப்புறம் நீ எவ்வளவு வேணா இதெல்லாம் வாங்கி கொடு, அவ சாப்பிடுவா. இப்ப நீ ஒன்னும் வாங்கி கொடுக்காத. അത് തന്നെ മോനെ, അവള് വിശ്രമിക്കട്ടെ. അളിയാ, ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവൂല. നെല്ല് ഇവിടെ ആവശ്യമുള്ള സമയത്ത് അപ്പയെ കിട്ടൂല. എന്തൊക്കെ ഇതിനകത്ത് മാറി പ്ലീസ് മോ. എന്തിനാ ആവശ്യമുള്ള സമയത്ത്. എടാ നീ എന്തിനാ നോക്കിയെന്ന്? അളിയൊന്ന് പിടിച്ചു. ഓക്കേ, ഫുൾ സ്റ്റോപ്പ്. എടാ ഇത് എന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. ഓക്കെ, ആ പൊറോട്ട ബീഫും കൂടെ. ലച്ചൂസേ, നിന്നെ ഇവിടെ താഴിട്ട് പൂട്ടി കേട്ടാ. ആണോ? സിദ്ധു അവിടെ ഉണ്ടോ? ആ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം എടുക്കുക. ഞാന് ഇവിടെ ഇരിക്കുക. ലച്ചു അവിടെ എന്തെടുക്കുക? ഇപ്പൊ ഞാനും ഇരിക്കുക. ലച്ചൂസിന്റെ മുഖത്തൊക്കെ പാടായോ?
പിമ്പിൾസ് ഒക്കെ കുറവാ, പക്ഷെ നല്ല ബോഡി പെയിൻ ഉണ്ട്. സിദ്ധു ബാംഗ്ലൂർ പോയ കാര്യമൊക്കെ എന്തായി? ബാംഗ്ലൂർ പോയ കാര്യമൊക്കെ ഓക്കെ ആയി. നീ പോയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കും ലച്ചൂസിനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേ ഇടിവെട്ട് പോലെ ചിക്കൻ ബോക്സ് വന്നത്. ലച്ചൂസേ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നത്. ശരിക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും കുറേ മിസ് ചെയ്യുന്നുണ്ട്. സിദ്ധു, ആ ഞാൻ ഒരാഗ്രഹം പറയട്ടെ. പറഞ്ഞ ചിക്കൻ ബോക്സ് ഒക്കെ മാറിയിട്ടേ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ, അന്നേരം എനിക്ക് ആദ്യം സിദ്ധുവിനെ കാണണം. ഉറപ്പായും ഞാൻ ഇവിടെ ഉണ്ടാവും. ലച്ചൂസേ, ഞാൻ നിന്നെ ഒന്നിപ്പോ വീഡിയോ കോൾ ചെയ്തോട്ടെ? ഇപ്പൊ വേണ്ട, എന്തായാലും ഇത്രയും കാത്തിരുന്നില്ലേ, കുറച്ചുകൂടെ കാത്തിരിക്കാം. അത്രയും കാത്തിരിക്കണോ? വേണം. പക്ഷെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ആദ്യം സിദ്ധുവിനെ തന്നെ കാണണം. ഉറപ്പായി. ലച്ചൂസേ, ഇപ്പൊ എന്താ ആലോചിക്കുന്നേ? എന്താന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. എന്തിന്? എന്നെ കാണാത്തോണ്ട്. സങ്കടപ്പെടല്ലേ, നമുക്ക് ഉടനെ കാണാം. ലച്ചൂസേ, നിനക്കറിയാവോ, എന്നെ കാണാതിരിക്കുമ്പം വല്ലാത്തൊരു ഒറ്റപ്പെടല. അളിയെന്തല്ലേ ഇവിടെ കുറ്റിയടിച്ചിരിക്കണേ? ഒന്നുമില്ല അളിയാ, ഇന്ന് ലച്ചൂസ് കുളിച്ച് പുറത്തിറങ്ങുന്ന ദിവസമല്ലേ, അപ്പൊ ഞാൻ കാത്തുന്ന. ഓ അങ്ങനെ. അളിയനിന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇല്ല അല്ലേ? അളിയൻ വന്നേ. എങ്ങോട്ട്? ജസ്റ്റ് അപ്പുറം വരെ പോയിട്ടില്ല. എന്തിന്? വാന്ന്. ഇല്ലടാ അളിയാ, എന്താ കാര്യം എന്തുവാ? കാര്യമൊന്നുമില്ലല്ലേ, എന്റെ 2-3 ഫ്രണ്ട്സ് അവിടെ ജംഗ്ഷനിൽ വന്നിപ്പുണ്ട്. അപ്പൊ അളിയൻ എന്നെ ബൈക്കിൽ കയറ്റുന്നു, നേരെ ജംഗ്ഷനിൽ കൊണ്ടുപോയി എന്നെ അവിടെ ഇറക്കുന്നു. അളിയൻ ബൈക്കുമായിട്ട് തിരിച്ചിങ്ങ് വരുന്നു, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കയറി അങ്ങ് പോകുന്നു. ഇല്ലില്ല, ഞാൻ ബൈക്ക് വേണമെങ്കിൽ പിന്നെ പോയി എടുത്തോളാം. എനിക്കിവിടെ കാര്യമുണ്ട്, വേറെ കാര്യമുണ്ട്. എന്ത് കാര്യം? ലച്ചുനെ കാണണം. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യണ്? കുളിക്കാൻ തോന്നുന്നു. ചേച്ചി കുളിച്ചിട്ട് ഇറങ്ങാൻ ഇഷ്ടംപോലെ സമയം എടുക്കും. എന്റെ പോലെ മിനിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ പിടിക്കും. അല്ല, അത് കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ആ കുഴപ്പമില്ല, വന്നേ. അല്ല, അത് അളിയാ പറഞ്ഞ ശരിയാത്തില്ല. ഇഷ്ടംപോലെ സമയം കിടക്കളിയാ. എനിക്കിവിടെ വാളിയാ ഇങ്ങോട്ട്, വാളിയാ ബലം പിടിക്കല്ലേ. വന്നേ വന്നേ, കഷ്ടമല്ലേ ഇത്? എന്തല്ലയാ? എടാ, നീ പോയാ പോരെ, ഞാൻ എന്തിനാ വരുന്നേ? അളിയൻ ബാളിയാ അങ്ങോട്ട്. ചുമ്മാ പിള്ളേരെ വിളിച്ചോണ്ടോന്നല്ലേ കഷ്ടമുണ്ട്. പോയിട്ട് വാ, നീ കേരളിയാ കേരളിയാ അങ്ങോട്ട്. കേരളിയാ കേറ് 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 കേറ്. ആ ആ
അങ്ങോട്ട് നോക്കി കയറിയാ മണ്ട ഉളക്കനെ വീഴും. പോവാ കാലത്ത് പോയി മോളി പോയി ആ ബാ പോവാ. അല്ലേ ഇങ്ങനെയുണ്ടോ ഇന്നലെയാ സിദ്ധു 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 പുറത്തുണ്ടോ? അമ്മുമ്മേ അമ്മുമ്മേ കനകാന്റി ആ ഇതുവരെ ഇറങ്ങിയില്ലയോ? കുളിച്ചു കഴിഞ്ഞില്ലയോ? കുളിച്ചു കഴിഞ്ഞ്. എന്നാ പിന്നെ ഇറങ്ങി വാ. സിദ്ധു ഉണ്ടോ അവിടെ? இல்லப்பா சித்துவும் கேசுமா வெளியில போயிருக்காங்க. പുറത്തു പോയാ? ആ എന്നാ പിന്നെ ഞാൻ സിദ്ധു വന്നിട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങി വാ മക്കളെ. ഇല്ല ഞാൻ സിദ്ധു വന്നിട്ട് ഇറങ്ങുള്ളൂ. കൊച്ചിന്റെ ഒരു കാര്യം വന്നിട്ട് ഇറങ്ങുന്നുള്ളോ? ആ സിദ്ധു വരുമ്പോ പറ എന്നിട്ട് ഇറങ്ങാം. ആ എന്നാ ശരി. ഞാൻ അലയുടെ കൂടെ പോകുന്ന വഴിക്ക് ബൈക്കിന്റെ പെട്രോൾ തീർന്നു പോയി. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയാ വന്നേ. ഈ പുലരിയിൽ കറുകകൾ തളിരിടും വഴികളിൽ ജനലഴി വഴി പകരും നനയൊരു മധുരം ഒരു കുടയുടെ തണലിലണയും നേരം പൊഴിയും മഴയിലോലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ